ഇനി സ്റ്റിയറിംഗ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ടിപ്പാണ്. സ്റ്റിയറിംഗ് ബാലൻസ് കുറവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ ഇടത് സൈഡ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ വലത് സൈഡ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ ഏത് വലത് സൈഡായിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, അതിനുശേഷം നേരെ മുന്നോട്ട് നോക്ക്. സ്റ്റിയറിംഗ് വീലുണ്ട്, സ്റ്റിയറിംഗിൻ്റെ ഇടത് സൈഡ്, വലത് സൈഡ്. മുന്നിലൊരു സ്വിഫ്റ്റ് കാറുണ്ട് ഇല്ലേ, അതിൻ്റെ ആ കാറിൻ്റെ ഇടത് സൈഡ് കാണുന്നുണ്ട്, വലത് സൈഡും കാണുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമലി കൈ പിടിക്കുമ്പോൾ, സ്റ്റിയറിംഗിൽ കൈ പിടിക്കുമ്പോൾ നോർമലി പിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചൂണ്ട് വിരൽ പതിയെ റോഡിലേക്ക് ഫേസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക. റോഡിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നീട്ടി വയ്ക്കണം. ഓക്കെ, ശേഷം ആ വിരലിൻ്റെ അവിടെ കൂടെ തന്നെ നമ്മളൊരു വര എങ്ങോട്ട് വരയ്ക്കണം, റോഡിലോട്ട് ഒരു ഇമാജിനറി ലൈനായിട്ട് നമ്മളെ കൈയുടെ ഇതേ കൈ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് നേരെ എങ്ങോട്ട് വരയ്ക്കണം, റോഡിലോട്ട് വരച്ചേ. ആ വര പോണത് എങ്ങോട്ടാണ് നോക്കടാ, ആ കിടക്കുന്ന സ്വിഫ്റ്റ് കാറിൻ്റെ എൻഡിലോട്ടല്ലേ. നോക്കിക്കേ, കണ്ടോ? ഇത് ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ചൂണ്ടുവിരലിൻ്റെ അടുത്തൂടെ പോകുന്ന വര ഏതൊഴിയാണ് പാസ് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ കണ്ടോ, കറക്റ്റ് സ്വിഫ്റ്റിൻ്റെ ഇടത് സൈഡ് കീപ്പ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന്, നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് ഇപ്പം ഏതിനെ തുല്യമാണ്, ആ കിടക്കുന്ന സ്വിഫ്റ്റ് കാറിന് കറക്റ്റ് തുല്യമായിട്ടാണ് കിടക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ വലത് സൈഡ് നോക്കിക്കേ. വലത് സൈഡിൻ്റെ ഒരു വിരൽ നീട്ടി വെച്ചു, നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്, ആ കിടക്കുന്ന സ്വിഫ്റ്റ് കാറിൻ്റെ വലത് സൈഡിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, നമ്മുടെ വണ്ടിയുടെ വലത് സൈഡ് എവിടെയാണ്, ഏതിന് കറക്റ്റാണ്, ആ കിടക്കുന്ന സ്വിഫ്റ്റ് കാറിനും കറക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാൻ പഠിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ ഇത് നിങ്ങൾ വാഹനത്തിൽ ഇരുന്നും കൊണ്ട് സ്വയം ശ്രമിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ ഒരാൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു വരുന്നുണ്ട്, അത് നമ്മളെ വണ്ടി തട്ടോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനും നമുക്ക് എങ്ങനെ ഏത് ഉപയോഗിക്കാം, ഈ സ്റ്റിയറിംഗ് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോർമലി നമ്മൾ കൈ പിടിക്കുമ്പോൾ ഒരു കൈ ഇവിടെ വരും, ഒരു കൈ ഇപ്പുറത്തും വരും അല്ലേ. അത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, ഒരു ഹാഫ് സർക്കിളായിട്ട് ഈ മോൾ ഭാഗം കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു ഹാഫ് സർക്കിളായിട്ട് ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ റോഡിൽ അവിടെ ഈ സൈഡിൽ നിന്ന് ഒരാളിങ്ങോട്ട് മുന്നോട്ട് നടന്നു വരികയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വരുന്ന ആളിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ സ്റ്റിയറിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ കാണാൻ പറ്റും. ഇവിടെ കൂടെ കണ്ടാലും, ഇവിടെ കൂടെ കണ്ടാലും, ഇവിടെ കൂടെ കണ്ടാലും, ഇവിടെ കൂടെ കണ്ടാലും നമ്മളെ വണ്ടി എന്ത് ചെയ്യും, ഉറപ്പായിട്ടും നമ്മൾ ആ വരുന്ന ആളിനെ ഇടിക്കും, അല്ലെങ്കിൽ ആ ഒരു സൈഡ് ചേർന്ന് തട്ടും. നോക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആൾ എവിടെ കൂടെ പോകുന്നത്, എൻ്റെ കൈയുടെ വെളിയിൽ കൂടെ. ആ ആൾ പകരം നടന്നു വരുന്നത് ഏതിൽ കൂടെ കാണുന്നു, നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ അകത്തൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ വണ്ടി എന്തായിരുന്നു, ഉറപ്പായിട്ടും ആ ആളിനെ ഇടിക്കും. ബൈക്കാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റോങ് സൈഡ് കയറി വരികയാണെങ്കിലോ നമ്മളെ വണ്ടി ഇടിക്കുമോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ടുണ്ടല്ലോ, സ്റ്റിയറിങ്ങിൽ ഇത്രയും ഹാഫ് സർക്കിളുണ്ട്, ഈ ഹാഫ് സർക്കിളിൻ്റെ അകത്തൂടെയാണ് ആ ബൈക്ക് വരുന്നത് കാണുന്നതെങ്കിൽ നമ്മളെ വണ്ടി എന്ത് ചെയ്യും, ഉറപ്പായിട്ട് പിടിക്കും. അപ്പോൾ ആ ബൈക്ക് നമ്മളെ എവിടെ കൊണ്ടുവരണം, നമ്മുടെ ഈ ഇടത് കൈയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് ആരെ കൊണ്ടുവരണം, ബൈക്കിനെ കൊണ്ടുവരണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബൈക്ക് വന്ന് എവിടെ എത്തിക്കും, നമ്മൾ കൈയുടെ ഇപ്പുറത്തെത്തിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പതിയെ നമ്മൾ വലത്തോട്ട് തിരിച്ച് ബൈക്കിനെ എവിടെ കൊണ്ടെത്തിക്കും, നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഹാഫ് സർക്കിളിൻ്റെ വെളിയിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ വണ്ടി എങ്ങോട്ട് ഒതുങ്ങി എന്നർത്ഥം, വലത്തോട്ട് വണ്ടി കുറച്ച് ഒതുങ്ങി നേരെ പോകാറുള്ളതായി എന്നർത്ഥം. ഇത്രയും ഓക്കെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും.